അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമുക്കിടയിൽ നിരീശ്വരവാദികൾ അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ഈ മൂന്നാളുകളില്ലേ, ഇവർ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളാണോ? എനിക്ക് തോന്നുന്നില്ല. ആരിഫ് ഹുസൈന്, ജാമിദ, ഫസൽ ഇവരൊക്കെ ശരിക്കും നിരീശ്വരവാദികളാണോ? ഫസൽ എന്ന് പറയുന്ന ഈ ചങ്ങായി തൻ്റെ വീഡിയോയിലൂടെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്ലാമിനെ മാത്രമേ ഇദ്ദേഹം എന്താവുള്ളൂ, മുസ്ലിങ്ങളായ ആളുകളെ മാത്രമേ ഇദ്ദേഹം എതിർക്കുകയുള്ളൂ. മുസ്ലിങ്ങൾക്കെതിരെ മാത്രമേ, ഇസ്ലാമിനെതിരെ മാത്രമേ ഇദ്ദേഹം വീഡിയോ ചെയ്യുകയുള്ളൂ. വേറെ ഒരു മതത്തിനെതിരെയോ വേറെ ഒരു കാര്യങ്ങൾക്കെതിരെ ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നില്ല. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസുകളും. അദ്ദേഹം അവസാനം എല്ലാം കഴിഞ്ഞ് അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്. എന്തിന്? ആർക്ക് വേണ്ടി? ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് പടച്ച റബ്ബിനെ സ്നേഹിക്കുന്നവനാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹദിയായ ഖദീജ ബീവിയെയും ആയിഷ ബീവിയെയും മഹാന്മാരായ സ്വഹാബാക്കളെയും അവരെ സ്നേഹിക്കുന്ന പരിശുദ്ധ ദീനിന് പ്രബോധനം നടത്തുന്ന ഉസ്താദന്മാരെയും ആലിമീങ്ങളെയും തങ്ങൾമാരെയും പരിഹസിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്ത് മുസ്ലിം? അള്ളാഹിന്റെ ഹബീബിനെ ബഹുമാനിക്കാത്ത, പടച്ച റബ്ബിന് വില കൊടുക്കാത്ത നിങ്ങളൊക്കെ എന്ത് മുസ്ലിം? എന്ത് നിസ്കാരം? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ മുസ്ലിമാണ് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ, അത് ഏറ്റവും വൃത്തികെട്ട പണിയാണ്. മറ്റുള്ളവരുടെ പണം വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്കത് സംസാരിക്കുക, അത് ഉള്ളതാണോ? ഇല്ല. അത് പച്ചയായ നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവരുടെ വീഡിയോകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ഇനി ആരിഫ് ഹുസൈൻ ആണെങ്കിലോ, ആരിഫ് ഹുസൈൻ ആകട്ടെ, ജാമദിയാകട്ടെ, ഒരു കോമഡി പീസാണ്. ഇവരൊക്കെ ഒരിക്കൽ നിരീശ്വരവാദികൾ അല്ല. നിരീശ്വരവാദികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ദൈവവിശ്വാസികളല്ല എങ്കിൽ പോലും മതവിശ്വാസികളായ ആളുകളെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന, മതത്തിന്റെ ആചാരങ്ങളെയും മതത്തിന്റെ ആരാധനകളെയും പരിഹസിക്കാത്ത, മറ്റുള്ള മതസ്ഥരെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് നിരീശ്വരവാദികളായ സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. ആരെയും അവർ ബുദ്ധിമുട്ടിക്കൂല, അവരാരെയും പ്രയാസപ്പെടുത്തുകയില്ല, അവരാരെയും കളിയാക്കൂല, പരിഹസിക്കൂല, കുറ്റപ്പെടുത്തൂല, ഒന്നും ചെയ്യൂല. അവർക്ക് അവരുടെ രീതിയിൽ ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ പോരെ? ഒരു ദൈവവിശ്വാസിയല്ലാത്ത ഒരാളെ ഇങ്ങനെയുള്ള പണികളാണോ ചെയ്യേണ്ടത്? ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ചങ്ങായിനെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വിളിച്ചെടുത്ത് നോക്ക്. ഇസ്ലാമിനെ മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ. എന്നിട്ടോ നിങ്ങൾ ഈ കമന്റ് ഉണ്ടോ? ഒരു ചങ്ങായി പറയാണ്, ആരിഫ് ഹുസൈൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഞാൻ നിസ്കരിക്കാതെ തുടങ്ങി. ആരിഫ് ഹുസൈൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഈമാൻ കൂടിപ്പോയി എന്നാണ് പല ആളുകളും പറയുന്നുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഇദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? മുസ്ലിമായി നിന്നാൽ സുബഹി നിസ്കാരം നിസ്കരിക്കേണ്ടി വരും, അത് 5 മണിക്ക് എണീക്കേണ്ടി വരും, അതെന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ചങ്ങായി. സുബഹി നിസ്കാരം 5 മണിക്കായത് കൊണ്ട് ആ സമയത്ത് എന്നെ കൊണ്ട് എണീക്കാൻ പറ്റൂല, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിട്ടുപോയ ചങ്ങായിയാണ് നിങ്ങൾ ഈ പറയുന്നത്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആരിഫ് ഹുസൈൻ. ഇദ്ദേഹത്തിന്റെ വീഡിയോസുകൾ കാണുകയാണെങ്കിൽ ശരിക്കും പറയാം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ മാത്രമാണ്. ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ പണം വാങ്ങി, അല്ല നിരീശ്വരവാദി എന്ന രീതിയിലൊന്നുമല്ല, ദൈവവിശ്വാസമില്ല എന്ന രീതിയിലൊന്നുമല്ല. മറ്റുള്ളവരിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്, ഒരു പാർട്ടിയിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്, ഇസ്ലാം വിരോധികളായ ആളുകളിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. ആ പണം വിഴുങ്ങിയിട്ട് ഇസ്ലാമിനെ കുറ്റം പറയാം. ഒരു കൂട്ടരുടെ പണം വാങ്ങിയിട്ട് ഇസ്ലാമിനെ കുറ്റം പറയുന്ന രീതിയാണ് ആരിഫ് ഹുസൈൻ എന്നുള്ളത്. അല്ലാതെ ഇദ്ദേഹം ഒരിക്കലും നിരീശ്വരവാദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരീശ്വരവാദികൾക്ക് നാണക്കേടാണ് ഇവനെ പോലെയുള്ള ചില ആളുകൾ. ജാമിദയാണെങ്കിലോ അത് അതിനേക്കാളും വലിയൊരു കോമഡിയാണ്. ജുമാ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇവരുടെ അന്നത്തെ സംഭവങ്ങളൊക്കെ. ഇന്ന് പറഞ്ഞു വിളിക്കുന്ന മണ്ടത്തരങ്ങളാണെങ്കിലോ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പിന്നെ വിളിച്ചു പറയുന്നുണ്ട്. ചുമട്ടുകാരി, വിറകു ചുമട്ടുകാരി, ഒരു തൊഴിലിനെയല്ലേ അത് സൂചിപ്പിക്കുന്നത്? പരിഹാസവും ആക്ഷേപവുമല്ലേ ആ പ്രയോഗിക്കുന്നത്? കീട്ടുന്ന നായ്ക്ക് ബളിവപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്ക് ബുദ്ധിയിട്ട കൈതേ. ഇവിടെ ചുമട്ട് തൊഴിലാളി എന്നും പറഞ്ഞിട്ട് ഇപ്പോ ഈ നൂറ്റാണ്ടിലും കേരളത്തിൽ CITU എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. അതറിയാം എനിക്ക് ഇതേടി ആക്ഷേപം വന്നിക്ക്. പിന്നെ ചുമട്ട് തൊഴിലാളിനെ വില്ലേജ് ഓഫീസർ എന്നാണ് വിളിക്കേണ്ടത്. വല്ലാത്ത അവസ്ഥ.
ഞാൻ പറഞ്ഞ കാര്യം ഇനി മറക്കണ്ട. 1000 ഉറുപ്പ്യം കൊണ്ട് ആൾക്കാരെ തേടി വിളിക്കുന്ന ബസ് സ്റ്റാൻഡ് അമ്മണിക്ക് ഒരു നിലയും വിലയുണ്ട്. അവിടെ മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. പറഞ്ഞാ കൂടിപ്പോ പോട് തള്ളേ. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയോടുകൂടിയല്ല ഇവരുടെ ഓരോ വാക്കുകളും, മറിച്ച് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാം, മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാം. എന്തിനേറെ പറയണം? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ഈ ആരിഫ് ഹുസൈന് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് സമാധാനം കൊടുക്കുന്നില്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് സന്തോഷം കൊടുക്കുന്നില്ല, ഇസ്ലാമിൽ സ്ത്രീ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, അവരെ സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ ആരിഫ് ഹുസൈൻ സ്വന്തം ഉമ്മാനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ജനങ്ങൾക്ക് മുമ്പിൽ നാറ്റിക്കുമെന്നാണ്. എന്നിട്ടോ ആ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയപ്പോ ആ ഉമ്മാനെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ പോസ്റ്റ് ഇട്ട ചങ്ങായിയാണ് ഈ ആരിഫ് ഹുസൈൻ. ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ഇരട്ടത്താപ്പ് കാണിക്കുന്ന സ്വഭാവം, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്ന, മറ്റുള്ളവരുടെ പണം വിഴുങ്ങിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് എന്ത് നെറുകേടും ചെയ്യുന്ന ഒരു ചങ്ങായി ആരിഫ് ഹുസൈൻ ആൻഡ് ജാമിദ. ഈ രണ്ടാളുകൾ പ്രസിഡന്റ്, സെക്രട്ടറി. അതുപോലെ നമ്മുടെ മായാവിയിലെ കുട്ടൂസനും ഡാങ്കിനിയും എന്ന കഥാപാത്രമാണ് ഇവരുടെ എന്നുള്ളത്. ഏതായാലും നിരീശ്വരവാദികളായ സഹോദരങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. മതമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ദൈവവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മതവിശ്വാസികളായ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ജീവിച്ചവർ എന്തിനാണ് ഇസ്ലാമിനെ മാത്രം? നിങ്ങളൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ട് ഇസ്ലാമിന്റെ സ്ഥാനം കുറയുമെന്നാണോ? ഇസ്ലാമിന്റെ പദവി കുറയുമെന്നാണോ? മുസ്ലിങ്ങൾ കുറഞ്ഞുകൊണ്ടേ വരുമെന്നാണോ? ഒരിക്കലുമില്ല. ഇസ്ലാം ഉയർച്ചയിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളത്. വിശ്വാസികളായ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വിശ്വാസികളുടെയും വിശ്വാസം നിങ്ങൾ കാരണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാ മതസ്ഥരും മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. മുസ്ലിമായാലും ക്രൈസ്തവനായാലും ഹൈന്ദവനായാലും എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. ആ സൗഹാർദ്ദം ഇല്ലാതാക്കാൻ ഇവരെ പോലെയുള്ള ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും പറ്റൂല. ഓക്കെ, അസ്സലാമു അലൈക്കും.